പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യ കാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും സ്നേഹമായി കാരുണ്യമായി നമ്മുടെ കൂടെയായിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യ കാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, ദിവ്യകാരുണ്യമായി നീ ഞങ്ങളുടെ മധ്യത്തിലായിരിക്കുമ്പോൾ മനസ്സ് തുറന്ന് ഞങ്ങൾ തന്നെ ആരാധിക്കുന്നു. ഈ ഒരു തിരുവണിക്കൂർ കർത്താവേ, ലോകത്തിൻ്റെ മേൽ വലിയ കരുണ ചൊരിഞ്ഞ സമയമാണ്. നിന്റെ സ്നേഹവും കരുണയും അനന്തമായി ലോകത്തിൻ്റെ മേൽ ചൊരിഞ്ഞ സമയം. ഞങ്ങളെല്ലാവരും നശിച്ചു പോകരുതെന്ന് നീ ആഗ്രഹിച്ച് ഞങ്ങളെല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ഞങ്ങളുടെ മേൽ നീ ചൊരിഞ്ഞ വലിയ കരുണ. ഈശോയെ, ഒത്തിരിയേറെ പീഡകൾ സഹിച്ച്, അതികഠോരമായ രീതിയിൽ പീഡകൾ സഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി രക്ഷ നേടിത്തന്ന നിന്റെ സ്നേഹത്തെ ഞങ്ങൾ മനസ്സിലാക്കും. ഈ ഒരു നിമിഷം കർത്താവേ, നിന്റെ കാരുണ്യത്തിന് വേണ്ടി യാചിച്ചുകൊണ്ട് നിന്റെ മുമ്പിലായിരിക്കണം. ഈ ഒരു മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും യാചിച്ചുകൊണ്ട് ഒന്നു ചേർന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ വലിയ കരുണയുടെ അനുഭവം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. നമ്മുടെ ജീവിതങ്ങളിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കുമൊക്കെ ദൈവത്തിൻ്റെ കരുണ ഒഴുകിയിറങ്ങുന്ന സമയം. ഈ ഒരു കരുണ അനുഭവവേദ്യമാകുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മളിന്ന് ധ്യാനിക്കുകയാണ്. 119 സങ്കീർത്തനം, അതിൻ്റെ 57, 58 തിരുവചനങ്ങൾ. 119 സങ്കീർത്തനം 57, 58. കർത്താവാണെൻ്റെ ഓഹരി, അവിടുത്തെ കൽപ്പനകൾ പാലിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയുടെ കാരുണ്യത്തിനായി യാചിക്കുന്നു. അങ്ങയുടെ വാഗ്ദാനത്തിനൊത്ത വിധം എന്നോട് കൃപ തോന്നണമേ. 119 സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ പറയുന്ന കാര്യമാണ്, കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുത്തെ കൽപ്പനകൾ പാലിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യും. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയുടെ കാരുണ്യത്തിനായി യാചിക്കുന്നു. സങ്കീർത്തകൻ ആഗ്രഹിക്കുന്ന വലിയ അനുഗ്രഹം തൻ്റെ ജീവിതത്തിൽ ദൈവം ചൊരിയണമെന്ന് അവൻ ആഗ്രഹിച്ച ആ വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്. കർത്താവേ, ആ കരുണയ്ക്ക് വേണ്ടിയാണ് സങ്കീർത്തകൻ പ്രാർത്ഥിച്ചത്. അപ്പോൾ അവിടെ കൃത്യമായിട്ടും വീണ്ടും സങ്കീർത്തകൻ പറയുന്നു, അങ്ങയുടെ വാഗ്ദാനത്തിനൊത്ത വിധം എന്നോട് കൃപ തോന്നണമേ. ദൈവം നൽകിയ വാഗ്ദാനം എന്താണ് എന്ന് നമ്മൾ വീണ്ടും വചനത്തിൽ കാണുന്നുണ്ട്. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 7-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ തിരുവചനം പറയുന്നു, അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം. തന്നെ സ്നേഹിക്കുകയും തൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവനോട് 1000 തലമുറകൾ വരെ ഉടമ്പടി പാലിക്കുകയും അചഞ്ചലമായ സ്നേഹം ചെയ്യുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവം. ദൈവം വാഗ്ദാനം ചെയ്ത വലിയ കാര്യമാണ്. ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തിൻ്റെ കൽപ്പനകൾ വിശ്വസ്തതാപൂർവ്വം പാലിക്കുകയും ചെയ്യാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കാരുണ്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവേദ്യമാകാൻ പറ്റും. തലമുറകളോളം ഈ വലിയ അനുഗ്രഹം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, വചനത്തിലുടനീളം നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനകൾ വിശ്വസ്തയോടെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പോലും ദൈവത്തിൻ്റെ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോയിട്ടില്ല. എല്ലാവരുടെയും ജീവിതത്തിലെ ഈ ഒരു വലിയ അനുഗ്രഹം സമൃദ്ധമായിട്ടാണ് ലഭിക്കുന്നത്.
കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഭൗതികമായ ഐശ്വര്യത്തെക്കാൾ സമൃദ്ധിയേക്കാളൊക്കെ അധികമായിട്ട് വചനത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വലിയ കാരുണ്യമാണ്. കർത്താവെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ, കരുണ ചൊരിയണമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ എന്നാണ് സങ്കീർത്തകൻ പറഞ്ഞ് പ്രാർത്ഥിച്ചത്. 1-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, തുടക്കം ഇപ്രകാരമാണ്: ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്, രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം ഭാഗ്യവാനെന്ന് വിശേഷിപ്പിക്കുന്ന അവൻ്റെ ജീവിതം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. അതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളുമൊക്കെ പാലിക്കുന്നതിൽ ഏറ്റവും അധികം ആനന്ദം കൊള്ളുന്നൊരു വ്യക്തിയാണ് ദൈവത്തിൻ്റെ വലിയ ശ്രേഷ്ഠനായ ഭക്തൻ. അവൻ രാവും പകലും അതേക്കുറിച്ചാണ് ചിന്തിക്കുക. രാവും പകലും അവൻ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു അണുവിട വ്യത്യാസമില്ലാതെ അത് പാലിക്കാൻ, വിശ്വസ്തയോടെ സ്നേഹത്തോടെ പാലിക്കാനായിട്ട് അവൻ പരിശ്രമിക്കുന്നു. അതുകൊണ്ട് അപ്രകാരം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുഗ്രഹങ്ങൾ മാത്രമല്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ ഭാഗ്യമുള്ളവനായിട്ട് കണക്കാക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെയൊക്കെ ജീവിതങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. പലപ്പോഴും ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ, ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും ഒക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ലഭിക്കുമ്പോൾ ഇന്ന് ആധുനിക യുഗത്തിൻ്റെ എല്ലാവിധ സാങ്കേതിക വിദ്യകളുടെയൊക്കെ ഡെവലപ്മെൻറ്റോടുകൂടി പലപ്പോഴും നമ്മളൊക്കെ അതിനെയൊക്കെ കുറച്ച് കാണാനൊക്കെ ആയിട്ട് പരിശ്രമിക്കാറുണ്ട്. ദൈവത്തിൻ്റെ കൽപ്പനകളൊക്കെ അക്ഷരം പ്രതി പാലിക്കുന്നതിനോടൊക്കെ പലപ്പോഴും വിമുഖത കാണിച്ചിട്ടുണ്ട്. ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു വലിയ കൃപ ലഭിക്കുന്ന അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളുണ്ട്. ദൈവത്തിൻ്റെയൊക്കെ കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾ, നമ്മുടെ വ്യക്തിപരമായ ആ പ്രാർത്ഥനകൾ, അതായത് നമ്മുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ വ്യക്തികളെ, ചില സ്വാർത്ഥ മോഹങ്ങളെയൊക്കെ ഏറ്റവും കൂടുതലായിട്ട് നമ്മളത് സ്നേഹിച്ചിട്ടുണ്ട്. അത്രമാത്രം അനുഗ്രഹത്തോടെ കാരുണ്യത്തോടെ നമ്മളെ സ്നേഹിക്കുന്ന ആ ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിച്ചു വരാൻ നമ്മൾ എന്തുമാത്രം തയ്യാറെടുക്കുന്നുണ്ട്. ബാറൂക്കിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 4-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ തിരുവചനം പറയുന്നത്, ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീക്ഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുവൻ. ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീക്ഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുവൻ. പ്രിയപ്പെട്ടവരെ, പ്രകാരം ഒരു തിരിച്ചുവരവ് നമ്മൾ നടത്താൻ, നമ്മുടെ ജീവിതത്തിൽ നടത്താൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹപ്രദമാകുന്നത് കാണാൻ പറ്റും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ കരുണ അനുഭവിക്കാൻ പറ്റും. ധൂർത്തപുത്രൻ്റെ ഉപമയിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. അവൻ ദൈവത്തിൽ നിന്ന്, അവൻ്റെ പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്നൊക്കെ അകന്നുപോയി. പക്ഷെ അവൻ തിരിച്ചു വരാൻ കാണിച്ച ആ ഒരു വലിയ തീക്ഷ്ണത, 10 ഇരട്ടി തീക്ഷ്ണതയ്ക്ക് പ്രതിഫലമായിട്ട് അവൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത വലിയ കാര്യങ്ങളാണ് അവന് ലഭിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മളെ അനുഗ്രഹിക്കുവാനും ആശീർവദിക്കുവാനും നമ്മുടെ ജീവിതങ്ങളിന് കൂടുതൽ ഉണർവുള്ളതാക്കുവാനുമായി നമ്മുടെ കൂടെയായിരിക്കുന്ന നമ്മുടെ ദൈവം, ഇമ്മാനുവേലായ ദൈവം നമ്മോട് കൂടെ വസിക്കുന്നവനാണ്. കൂടെ വസിക്കുന്നവനായ ദൈവം ഇതാ ഈ ആൾത്താരയിൽ നമ്മുടെ കൂടെയായിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ചൊരിയുവാൻ, ദൈവത്തിൻ്റെ കാരുണ്യം നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നിറയ്ക്കുവാനായി. ഓരോ പാപിക്കും അവകാശപ്പെട്ടതാണ് ദൈവത്തിൻ്റെ സ്നേഹം. അത് ദൈവം ഇത്രമാത്രം ഫ്രീ ആയിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുമ്പോൾ അത് സ്വീകരിക്കാനായിട്ടുള്ളൊരു വലിയ മനസ്സ് നമുക്ക് ലഭിക്കാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കരുണയുടെ ഈ ഒരു തിരുമണിക്കൂറിൽ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു അശ്രദ്ധ മൂലമോ, നമ്മുടെ ഒരു നിസ്വാർത്ഥമായ സമീപനം മൂലമോ, സ്വാർത്ഥപരമായ ഒരു സമീപനം മൂലമൊക്കെ നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല.
ദൈവത്തിൻ്റെ കൽപ്പനകളെയും ദൈവത്തിൻ്റെ പ്രമാണങ്ങളെയും ഒക്കെ വില കുറച്ച് കാണുന്ന ആ ഒരു വലിയ മനോഭാവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും ചട്ടങ്ങളുമൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയെടുക്കാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. വിശ്വസ്തയോടെ സ്നേഹത്തോടെ കർത്താവിനെ സമീപിക്കുന്ന കർത്താവിൻ്റെ ഭക്തരെ ഒരിക്കലും കർത്താവ് കൈവിടുന്നില്ല. അതാണ് ദൈവം നമ്മളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ആ ഒരു വലിയ കാരുണ്യം. ഇന്ന് നമ്മളും പ്രാർത്ഥിക്കുന്ന കാര്യം, കർത്താവേ, ആഴമായ സ്നേഹത്തോടെ ആഴമായ വിശ്വസ്തയോടെ നിൻ്റെ പ്രമാണങ്ങൾ പാലിച്ചുകൊണ്ട് നിന്നെ അനുസരിക്കുവാനും സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും ആരാധിക്കുവാനുമായിട്ടുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുന്ന ഈ സമയം നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും നല്ല തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിക്കും. നമ്മളെ ആശീർവദിക്കുവാനും അനുഗ്രഹിക്കുവാനും നമ്മുടെ ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ കരുണ ചൊരിയുവാനും ഇതാ ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ കൂടെ ആയിരിക്കുന്നു. നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായി കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കും. നമ്മളെ അനുഗ്രഹിക്കുവാൻ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ ജീവിതങ്ങൾ നിറച്ച് നമ്മുടെ ജീവിതങ്ങളെ സമൃദ്ധമാക്കുവാൻ നമ്മുടെ കൂടെയായിരിക്കുന്ന നല്ല തമ്പുരാൻ്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കുക. വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുക. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കർത്താവേ, നിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിക്കും. നിൻ്റെ മുമ്പിലായിരുന്നു കൊണ്ട് നിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിന്നെ ആരാധിക്കുന്ന നിൻ്റെ ജനത്തെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തെയും ഈ ആലയത്തിലെ എല്ലാ ശുശ്രൂഷകളെയും ഈ ആലയത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ മക്കളെയും നിൻ്റെ വലിയ കരുണയാൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളങ്ങനെ ആശ്രയിക്കുന്നുള്ള പ്രാർത്ഥനയോടെ താഴ്ന്ന സ്വരത്തിൽ ഞങ്ങളങ്ങെ സ്തുതിച്ചുകൊണ്ട് നിൻ്റെ ആശീർവാദത്തിനായി ഞങ്ങളിതാ നിൻ്റെ മുമ്പിലായിരിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമേ